ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ളത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ജനുവരി ഡിസംബറിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. കുറച്ച് മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാറ്റം ഫെബ്രുവരിയിലുള്ളൂ. അപ്പം തണുപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എനിക്ക് ഇവിടുത്തെ തണുപ്പ് അടിച്ച് ഭയങ്കരമായിട്ട് അലർജിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോമിയൊക്കെ കാണിച്ച് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. എനിക്ക് ചില വട്ടുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ തോന്നി ഞാൻ നേരത്തെ എണീക്കും. ഇത്ര തണുപ്പാണെങ്കിലും എല്ലാം ചുറ്റി വലിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് പുറത്തിറങ്ങി വീഡിയോ എടുക്കലാണ്. അപ്പോൾ ഞാനിവിടുന്ന് ആദ്യം നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പുറത്തൊന്നും കാണാൻ പറ്റില്ല, ആരെങ്കിലും വരുന്നുണ്ടോ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനും എൻ്റെ വാനരപ്പടകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി, ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയി എങ്ങനെ ഉണ്ടാവുന്നു. അവിടെ പോയപ്പോൾ ഭയങ്കര ഭയാനകരമായിരുന്നു. നോക്കി നിങ്ങൾ കണ്ടാലറിയാം ഇത്രയും തണുപ്പുണ്ട് ഇവിടെ നിന്നുള്ളതാണ്. അപ്പോൾ ഈ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് അൺസഹിക്കബിളായിട്ട് തോന്നാറുണ്ട് എനിക്ക് ചില സമയങ്ങളിൽ. അതാ എൻ്റെ കുരുപ്പുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ടാട്ടോ ഞാൻ നടക്കാൻ പോയത്. ഇവന്മാർ പിന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കണ്ടാൽ നിഷ്കളങ്കനാണെന്ന് ഇവൻ തോന്നിയാലും ഇവൻ ഭയങ്കര വിരുദ്ധനാണ്. ആകെ നിഷ്കളങ്കമായിട്ടുള്ളത് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ പാവ നമ്മളെ കൂടെ നിന്നോളും. മറ്റവൻ അങ്ങനെയല്ല. അങ്ങനെ ഞാനിങ്ങനെ നടന്നു. എനിക്ക് ഈ തണുപ്പ് കണ്ടപ്പോൾ ഈ തണുപ്പത്ത് ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇവർ തണുപ്പ് തട്ടാതെ തന്നെ സ്ഥലത്ത് തന്നെയാണ് ഇവർ സേഫായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നടന്നപ്പോൾ നമുക്ക് പുറത്ത് ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ അവിടെ സുഖിക്കാമെന്ന്. ഒരു സുഖവും ഇല്ല കേട്ടോ ഇവിടെ ഈ തണുപ്പത്ത്. നമുക്ക് കാണാനൊക്കെ രസമാണ്. നമ്മൾ ഈ പണാലി പോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഈ തണുപ്പ് 1-2 ദിവസമൊക്കെ കേട്ടോ. പക്ഷെ ഇത്ര വർഷം നമ്മൾ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കത് മടുക്കും. ശരിക്കും പറഞ്ഞത് ഇത്ര വലിയ കൗതുകമൊന്നുമായിട്ട് തോന്നില്ല. ഞാൻ കുറച്ചൊക്കെ നടത്തു കഴിഞ്ഞപ്പം എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച വീട്ടിൽ കയറി പോകാൻ. അങ്ങനെ ഞാൻ റൂമിൽ കയറിപ്പോയി, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഉത്തർപ്രദേശിൽ ഇത്രയും തണുപ്പുണ്ട്. ജനുവരി ഫുള്ള് ഇങ്ങനെയായിരുന്നു. ഡിസംബറൊന്നും പറയേ വേണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ആ തണുപ്പടിച്ച് എനിക്ക് വയ്യാണ്ട് വരെ ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എനിക്ക് പിന്നെ ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കലവിരുതൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് തിന്നും. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഇത് കിട്ടാണ്ട് സീസണാണ്. അങ്ങനെ അതും കഴിച്ചിട്ട് പിന്നെ എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടായിരുന്നു. ലഞ്ചിന് ഞാൻ സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താ ഉണ്ടാക്കണേ. അങ്ങനെ കഴിച്ചു. പിന്നെ ഈ തണുപ്പത്ത് എനിക്ക് ആകെയുള്ള വിനോദം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്താൽ കുറേ കപ്പലണ്ടി കിട്ടും, അതിങ്ങനെ പൊളിച്ചിരുന്ന് തിന്ന് ചൂടും തട്ടി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എത്രയുള്ളൂ വീഡിയോ എന്നൊക്കെ പറയാനായിട്ട് വലിയ വീഡിയോ ഒന്നുമില്ല. ഞാനിവിടുത്തെ ജസ്റ്റ് തണുപ്പ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇവിടുത്തെ തണുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര സീനാണ്. 1-2 ദിവസത്തിനൊക്കെ ട്രിപ്പ് വരുന്നവർ വന്നിട്ട് പോവുക, കുറേ നാളൊന്നും ഇവിടെ നിൽക്കാതിരിക്കുക എന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ തണുപ്പാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും, നമ്മൾ കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു വൈകിട്ട് നിന്നെ ഞാൻ മഞ്ഞൊന്നുകൂടി കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വൈകിട്ട് എന്നെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് തന്നെ ഒരു പരിപാടിയുള്ളൂ. എപ്പോൾ കണ്ടാലും നമ്മൾ തൊട്ട് തലോടി ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം എന്നെ കൊണ്ടുപോയിട്ടോ ബൈക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഏട്ടനാണെങ്കിൽ ഹെൽമെറ്റ് എടുത്തില്ല. എനിക്കറിയില്ലല്ലോ ഹെൽമെറ്റ് ഇല്ലാഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇങ്ങനെ ഹെൽമെറ്റും കൊണ്ട് എടുക്കാണ്ട് കുഴപ്പമൊന്നുമില്ല, സീനില്ല എന്നും പറഞ്ഞ് ഞാനും പൊത്തിപ്പിടിച്ച് ആളെ ബൈക്കിൽ കയറി. കളവൻ എന്നെ വഴിയിലെത്തിയപ്പോൾ അങ്ങേര് പറയുകയാണേ കണ്ണിലെന്തോ പോകുന്നു, കാറ്റടിക്കുന്നു, തണുപ്പടിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് പകുതിയേ പോയുള്ളൂ. ഇത് ഞാനിവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. അതായത് പോണേലും മുന്നേ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പത്തിനും പിന്നെ അന്നത്തെ ദിവസം അത്ര തണുപ്പുണ്ടായില്ല, പക്ഷെ ഭയങ്കര കാറ്റും പൊടിയാണ് ഈ സമയത്ത്. അങ്ങനെ തിരിച്ചിങ്ങോട്ട് ഞാൻ വീട്ടിൽ തന്നെ പോകുന്നു. ഇത്ര തന്നെയുള്ള, വേറെ ഒന്നുമില്ല വിശേഷം.